Hello guys, welcome to our channel. നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വയനാട് ജില്ലകളിൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ നിന്നല്ല നമ്മൾ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ഈ മഴയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഹസാർഡ് ലൈറ്റ് നമ്മുടെ കാറുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ബൈക്കുകളിലോ സ്കൂട്ടറുകളിലൊന്നും ഹസാർഡ് ലൈറ്റ് വരുന്നില്ല. അതായത് 4 ഇൻഡിക്കേറ്ററും കൂടി ഒരുമിച്ച് ചേർന്നതാണ് എന്താ ഹസാർഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹസാർഡ് ലൈറ്റുകളൊന്നും നമ്മൾ സ്കൂട്ടറിനോ ബൈക്കിനോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ ദിവസം വെറും 10 രൂപ മുതൽ മുടക്കിൽ നമ്മളെന്താ ഹസാർഡ് ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഹസാർഡ് ലൈറ്റ് നമുക്ക് വെറും 10 രൂപയ്ക്ക് ഒരു സ്വിച്ച് മാത്രം വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഹസാർഡ് ലൈറ്റ് നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ സ്വിച്ചാണ് 10 രൂപയുടെ സ്വിച്ചാണ്. നമ്മൾ ഈ സ്വിച്ച് മേടിച്ച് നമ്മളിതിനകത്ത് ജസ്റ്റ് ഒന്ന് എന്താ വയർ പിരിച്ച് വെച്ചിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമുക്ക് ജസ്റ്റ് 2 വയർ എന്താ എടുത്തു, നമ്മൾ 2 വയർ എടുത്ത് ഇതിനകത്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കൂട്ടറിൻ്റെ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ റിമൂവ് ചെയ്യണം. അത് സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഇടയ്ക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പോർഷൻ മാറ്റി വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് സംഭവിച്ചത്. ഇതിൻ്റെ ഉള്ളിലാണ് എന്താ ബാറ്ററി ബോക്സും ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഇനി ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്ന 2 കണക്ഷൻസ് ഇതുണ്ട്. നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഉണ്ടാവും. അടിയിലേക്ക് 2 ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ പോകുന്ന 2 കപ്ലറുകൾ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കാം. ഇതാണ് ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന കപ്ലറും അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നൊരു കപ്ലറുണ്ട്. അപ്പം 2 കപ്ലറുണ്ട്. അതിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ ഇതിനകത്ത് പച്ചവയറാണ് പോസിറ്റീവ് വരുന്നത്, ഇതിനകത്ത് ചുവന്ന വയറാണ് പോസിറ്റീവ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേണ്ട സാധനമാണ് നമ്മുടെ വണ്ടിയിൽ ഇൻഡിക്കേറ്ററിൻ്റെ റിലേ ഉണ്ടാവും. എല്ലാ ബൈക്കിലും ഇങ്ങനെ റിലേ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ റിലേ ഉണ്ടാവും. അപ്പോൾ ഈ റിലേ വഴിയാണ് നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഇനി എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് റേസഡാറിലാണ്. അപ്പോൾ റേസഡാറിൻ്റെ ഇവിടെ ഓൾറെഡി എന്താ നമുക്കിവിടെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. എന്താ നമുക്ക് നോക്കിയാൽ ഇവിടെ സ്ലോട്ട് ഉണ്ട്. സ്വിച്ചൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ലോട്ട് ഉണ്ട്. അത് സ്ലോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വേറെ വണ്ടികളിലാണെങ്കിൽ എന്താ ഇവിടെ ഒരു ഓട്ടം എങ്ങനെ തുളച്ചിട്ട് അവിടെ ഇട്ട് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാൻ കിട്ടുന്ന മോഡൽ സ്വിച്ച് ഉണ്ട്. അതിനകത്ത് വയ്ക്കാം. അങ്ങനെ കൺവീനിയൻ്റ് ആയ സ്വിച്ചാണ് വെക്കുന്നത്. നമ്മൾ തൽക്കാലം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഹോളിൽ കൂടെ ഈ സ്വിച്ചിൻ്റെ വയർ കയറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ സ്വിച്ച് നമ്മളിവിടെ വെക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. നമ്മൾ സ്വിച്ച് ജസ്റ്റ് കയറ്റി വിടുക. എന്നിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ആ സ്വിച്ച് അവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ കണക്ഷൻ എടുക്കാൻ നോക്കാം. വന്നിട്ട് 2 വയർ വന്നിട്ടുണ്ട്. വയർ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 കണക്ഷൻ വരുന്നുണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 കണക്ഷൻ വരുന്നത് നമ്മൾ ഇതിനെ കുറച്ചധികം ചീന്തി കളയണം. കുറച്ചധികം കളഞ്ഞിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് ഏതെങ്കിലും എടുക്കാം. ഞാൻ തൽക്കാലം ലെഫ്റ്റ് സൈഡ് എടുക്കണം. ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിന്നുണ്ട്. ഈ പിന്നിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്ലർ ഊരി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞതിനകത്ത് ബ്ലാക്കും വരുന്നുണ്ട്, റെഡും വരുന്നത്. ഇപ്പോൾ റെഡാണ് പോസിറ്റീവ് വരുന്നത്. ആ റെഡിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ
അപ്പോൾ കണ്ടല്ലോ, ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വെറും 10 രൂപ മുതൽ മുടക്കില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടിയിൽ നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വണ്ടിയിൽ ഫോർ ഇൻഡിക്കേറ്റർ ടെസ്റ്റ് ചെയ്ത് വെറും ഒരു സ്വിച്ച് മാത്രം വെച്ച് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട്സ് നമ്പറും അതുപോലെ മെയിൽ ഐ ഡിയും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പച്ചു ഗോപാലൻ സൈനിങ് ഓഫ്.